സിനിമാ മേഖലയിൽ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തിരികൊളുത്തിയ വിവാദമാണ് അടുത്ത വിഷയം. അദ്ദേഹം ഒരു സിനിമയുടെ ലോഞ്ചിങ്ങിനിടെയാണ് ഒരു പ്രമുഖ നടനെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. പേരൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ആ തെറ്റ് തുടരുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും എന്നായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ അന്ന് വെളിപ്പെടുത്തിയത്. പക്ഷേ പേരൊന്നും പറഞ്ഞില്ല. പക്ഷേ ആളുകൾ സജീവമായി അത് ചർച്ച ചെയ്യാൻ തുടങ്ങി. ആരാണ് ആ പ്രമുഖ നടൻ എന്നതായിരുന്നു എല്ലാവരുടെയും ചർച്ചാ വിഷയം. ഏറ്റവും ഒടുവിൽ ആ പേര് ചെന്ന് നിന്നത് നിവിൻ പോളിയിലേക്കാണ്. അങ്ങനെ നിവിൻ പോളിയെ ചുറ്റിപ്പറ്റി ചർച്ചകൾ സജീവമായി. പക്ഷേ അതിന് പിന്നാലെ ലിസ്റ്റിൻ സ്റ്റീഫനെ അനുകൂലിച്ചും എതിർത്തും സംഘടനയ്ക്കുള്ളിൽ തന്നെ, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ രണ്ട് പക്ഷമുണ്ടായി. സാന്ദ്ര തോമസാണ് ആദ്യം അതിരൂക്ഷമായി ലിസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. എല്ലാ നടന്മാരെയും നിഴലിൽ നിർത്തിക്കൊണ്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ വെളിപ്പെടുത്തൽ അത് വലിയ തെറ്റാണ്. അതുകൊണ്ട് സംഘടനയിൽ നിന്ന് ലിസ്റ്റിൻ സ്റ്റീഫനെ പുറത്താക്കണമെന്നായിരുന്നു സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒടുവിൽ കഴിഞ്ഞ ദിവസം നിവിൻ പോളി തന്നെ ഈ വിവാദത്തിന് പിന്നാലെ പ്രതികരിക്കുകയുണ്ടായി. ലിസ്റ്റിൻ സ്റ്റീഫന്റെ പേര് നിവിൻ പോളിയും പറഞ്ഞിട്ടില്ല. സ്വന്തം നേട്ടത്തിനായി അല്ലെങ്കിൽ ഭീഷണി ഉയർത്തിക്കൊണ്ടുള്ള ഭീഷണി സ്വരം ഉയർത്തുന്നവരെ നമ്മൾ ജീവിതത്തിൽ കാണാറുണ്ട്. പക്ഷേ നമുക്ക് സ്നേഹത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നായിരുന്നു നിവിൻ പോളിയുടെ പ്രതികരണം. അതായത് ഒരു മയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് നിവിൻ പോളി നടത്തിയത്. എന്താണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആ വെളിപ്പെടുത്തലിലൂടെ ഉദ്ദേശിച്ചത്? സംഘടനയ്ക്കുള്ളിൽ ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അജിൻസിന് എന്താണ് തോന്നുന്നത്? ഈ വിവാദങ്ങളുടെ പിന്നിൽ എന്തായിരിക്കും? ലിസ്റ്റിൻ സ്റ്റീഫൻ വളരെ ലളിതമായ എളിയ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്നൊരു സിനിമാ നിർമ്മാതാവാണ്. ട്രാഫിക് സിനിമയിലൂടെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വരവ്. അന്ന് ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് സ്വന്തം പിതാവിൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ കടം വാങ്ങിയാണ് സിനിമാ രംഗത്തേക്ക് ഇറങ്ങിയതെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ചെറിയ പ്രായം, വളരെ ചെറിയ പ്രായത്തിലാണ്. ഇന്ന് ലിസ്റ്റിൻ്റെ വളർച്ചയെത്തി നിൽക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല ധാരാളം സിനിമകൾ നിർമ്മിക്കുന്ന നിർമ്മാതാവാണ്. ഒരുപാട് സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ ബേബി ഗേൾ എന്ന് പറയുന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വിവാദം ഉണ്ടായത്. അദ്ദേഹം ആ സിനിമയുടെ സെറ്റിൽ നിന്നിട്ടല്ല ഈ പരാമർശം നടന്നത്. ദിലീപിൻ്റെ ഒരു വരാൻ പോകുന്ന പ്രിൻസിൻ്റെ ഫാമിലി, ലൈഫ് ഓഫ് പ്രിൻസ് അല്ലേ, പ്രിൻസും അങ്ങനെ എന്തോ ഒരു പടം, ദിലീപിൻ്റെ ഒരു പുതിയ പടത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് അത് ഈ പരാമർശം നടന്നത്. അപ്പോൾ അത് ആരെക്കുറിച്ചാണെന്ന് അദ്ദേഹം പറയുന്നില്ല. അത് എല്ലാവരെയും പറ്റിയും കേൾക്കാം. പക്ഷേ ആളുകൾ പെട്ടെന്ന് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചില ചെറിയ സൂചനകൾ പോലും സോഷ്യൽ മീഡിയയിൽ വലിയ ബസ്സായി മാറുകയും ആളുകൾ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇന്നയാളാണെന്ന് പറയും. അങ്ങനെയാണ് നിവിൻ പോളിയിലേക്ക് എത്തിയത്. അതിൻ്റെ കാരണം ഈ സിനിമയിലെ റോള് നിവിൻ പോളി ചെയ്യുന്നുണ്ട്. ഈ ബേബി ഗേൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കുന്ന ആ സിനിമയിൽ ബേബി ഗേൾ എന്ന സിനിമയിൽ നിവിൻ പോളി റോൾ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ സിനിമയിലെ നായക കഥാപാത്രമാണോ നിവിൻ പോളി എന്ന് വെച്ചാൽ നായക കഥാപാത്രം എന്ന് പറയാം. പക്ഷേ മുഖ്യ കഥാപാത്രമല്ല നിവിൻ പോളി. ഒരു കാമിയോ പോലെയുള്ള ഒരു അപ്പിയറൻസാണ് അതിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ അദ്ദേഹം ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് ഈ വിവാദം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ്. അതിന് 2 കാരണങ്ങൾ പറയുന്നു. ഒന്ന്, ആ സെറ്റിലെ അതായത് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ടീമിലെ ആരോ ഒരാൾ കഞ്ചാവ് ഉപയോഗിച്ചു, അതിൽ തെറ്റിയിട്ടാണ് നിവിൻ പോളി പോയെന്ന് ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഡ്രഗിനെതിരായിട്ടുള്ള ഡ്രൈവ് വലിയ ശക്തമായിട്ട് നടക്കുമ്പോൾ ആളുകളുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് അതിനോടൊപ്പം നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേട്ടൊരു കാര്യം, ഇതൊരു കാമിയോ അപ്പിയറൻസ് ആണ്. അത് ചെറിയ റോളാണ്. ആ ഫിലിമിൽ ത്രൂ ഔട്ടുള്ള റോളല്ല. ഇതിനു മുമ്പ് മറ്റൊരു നടനെയാണ് അതിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ ഡ്യൂറേഷൻ കുറവായതുകൊണ്ട് ആ നടൻ പിന്മാറിയപ്പോഴാണ് നിവിന് ഇതിൽ ചാൻസ് വരുന്നത്. നിവിൻ്റെ അവസ്ഥ നമുക്കറിയാം. നിവിൻ പോളി ഒരു ഘട്ടത്തിൽ വലിയ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറായിരുന്നു. അദ്ദേഹം വരുന്ന സമയത്ത് 2010 മലബാർവാടി ആർട്സ് ക്ലബിലൂടെ വരുന്നു. പിന്നെ നേരം, പ്രേമം പോലുള്ള സിനിമ, ആക്ഷൻ ഹീറോ ബിജു, അങ്ങനെ അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടൊരു നടനായി വളരെ പെട്ടെന്ന് പ്രശസ്തിയിലേക്ക് വന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളിലായി നിവിൻ പോളിയുടെ സിനിമകൾ തിയേറ്റർ സക്സസ് ആവുന്നില്ല. അത് മിക്കവാറും ഫ്ലോപ്പുകളാണ് പടങ്ങളെല്ലാം. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിങ് ബാക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ സമീപകാലത്ത് പുറത്തുനിന്ന ചിത്രങ്ങളിൽ അദ്ദേഹം വളരെ ഫിറ്റായി പഴയ നിവിൻ പോളി ലുക്കിലേക്ക് അദ്ദേഹം വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുകയാണ് നിവിൻ പോളി എന്ന് പറയാം. കാരണം അദ്ദേഹം സിനിമയിൽ നിന്ന് പുറത്തു പോയ ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കുറേ നാളായിട്ട് തിയേറ്റർ സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ഇത്തരമൊരു റോള് ചെയ്യണമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വഭാവമായിട്ട് ഒരാൾക്കുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ലിസ്റ്റിനുമായിട്ടുണ്ടായ ചെറിയൊരു തർക്കമാണ്. തൻ്റെ പാർട്ട് പെട്ടെന്ന് തീർക്കണം, താൻ വേറൊരു സിനിമയിൽ കമ്മിറ്റഡാണ് എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, മറ്റൊന്ന് പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്നത് അദ്ദേഹം സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് തിയേറ്ററിലെത്തിയതിന് ശേഷം താരങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരാളാണ്. ഈ സിനിമയിലാകട്ടെ നിവിൻ പോളിക്ക് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. നിവിൻ പോളി ഈ സിനിമയുടെ ഷെഡ്യൂൾ തീർത്ത് വീണ്ടും ജോയിൻ ചെയ്ത് തീർക്കാൻ പോവുകയാണ്. വളരെ കുറച്ച്
ദിവസങ്ങൾ മാത്രമേ അതിന് ബാക്കിയുള്ളൂ. പക്ഷേ ഇതിലൊരു പ്രശ്നം, അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ, ഒരു പ്രൊഫഷണൽ തർക്കം ഉണ്ടാകുമ്പോൾ പരസ്യമായൊരു പ്രൊഡ്യൂസർ ഒരു ആർട്ടിസ്റ്റിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് കേൾക്കുന്ന നിവിൻ പോളിക്ക് അറിയാതെ തന്നെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത്, അദ്ദേഹം പേര് പറയുന്നില്ലെങ്കിലും. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ മാത്രം അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളല്ല നിവിൻ പോളി. പക്ഷേ അതിന് ലിസ്റ്റിൻ പറയുന്ന മറുപടി എന്താണ്? ഞാനത് പേര് പറയാത്തത് അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്നെ ആക്രമിക്കുമെന്ന് ഭയന്നുണ്ട്. അപ്പോൾ അതിന് ഫാൻസ് ഉണ്ട് എന്ന് ലിസ്റ്റിന് അറിയാം. തന്നെ ആക്രമിക്കാൻ ഭാഗത്തുള്ളൊരു ഫാൻ ബേസ് നിവിൻ പോളിക്ക്, തീർച്ചയായിട്ടും നിവിൻ പോളിക്ക് ഫാൻ ബേസ് ഉണ്ട്. അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി സിനിമാ പ്രേമികളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പെരുമാറുന്നത് വളരെ മോശമാണ്. ഒരാളെ ഭീഷണിപ്പെടുത്തുക, അപ്പോഴേക്കും ആ ഭീഷണി കേട്ടുകൊണ്ട് മറ്റൊരു നിർമ്മാതാവ് സാന്ദ്ര തോമസ് ലിസ്റ്റിനെതിരെ രംഗത്ത് വരിക, ഇതൊന്നും ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ്. അതെന്തുകൊണ്ടുണ്ടാവുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫിലിം ഫ്രറ്റേണിറ്റിയിൽ പല സംഘടനകളാണ്. നിർമ്മാതാക്കൾക്കൊരു സംഘടന, എക്സിബിറ്റേഴ്സിന് വേറെ സംഘടന, ടെക്നീഷ്യന്മാർക്ക് ഒരു സംഘടന, സംവിധായകർക്ക് വേറെ യൂണിയൻ, ഇങ്ങനെ എല്ലാം കൂടി പലവിധ താല്പര്യങ്ങളാൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ഒരർത്ഥത്തിൽ ചെറിയ തോതിലെങ്കിലും തട്ടുകിട്ടി നിൽക്കുന്ന ഒരു നടനെ സംബന്ധിച്ച്, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഇവരോടൊക്കെ മുട്ടി നിൽക്കാൻ വലിയ പാടാണ്. നിവിൻ അതുകൊണ്ടായിരിക്കും സൈലൻ്റായിട്ട് നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, നിഷാദ്, ഇത് നിവിൻ പോളിയെ തകർക്കാനുള്ള ഒരു ഗൂഢശ്രമമാണോ? അല്ലെ, ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് എന്താണ് ഈ നിവിൻ പോളിയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. പക്ഷേ എന്തിനാണ് ഈ സിനിമാ സെറ്റിൽ നിന്ന് അദ്ദേഹം തെറ്റിപ്പോയെന്നുള്ളതിനെക്കുറിച്ച് പലതരം കഥകൾ, ഊഹാപോഹങ്ങൾ, സ്പെക്കുലേഷൻസ് ആണുള്ളത്. ഒരു കാര്യം ഇപ്പോൾ അജിൻസ് പറഞ്ഞ് ഞാനും കേട്ടാണ്, അതായത് കരാർ വേണം, പ്രതിഫലവുമായി ബന്ധപ്പെട്ട കരാർ വേണം. അതിപ്പോൾ തൽക്കാലം സാധ്യമല്ല എന്നൊരു നിലപാടിനെ ചൊല്ലിയാണ് തെറ്റിയത്, അല്ലാതെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടല്ല. അങ്ങനെ കരാർ കൊടുക്കുന്നതിന് മുമ്പ് വേറെയും പല കഥകളുണ്ട്. നിവിനുമായി ബന്ധപ്പെടുത്തി നേരത്തെ സാമ്പത്തിക ഇടപാടുകളുണ്ട്. അപ്പോൾ നിവിനിൽ നിന്ന് അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പഴയതുമായി ബന്ധപ്പെട്ട സംഗതിയിൽ അവിടെ നിൽക്കട്ടെ, ഇതിൽ കരാർ വേണമെന്ന് നിവിൻ വാശി പിടിക്കുന്നു. അങ്ങനെ വാശി പിടിക്കുമ്പോൾ അതൊരു തർക്കമായി മാറുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു. എന്ന് മാത്രമല്ല, താൻ ഈ ചെയ്യുന്ന റോൾ എന്തുമാത്രം തനിക്ക് തൻ്റെ ഒരു കമ്മിങ് ബാക്കിന് ഗുണം ചെയ്യുന്നതാണെന്നുള്ള ആശയക്കുഴപ്പം അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. അപ്പോൾ സിനിമയിൽ ഇത്തരം തർക്കങ്ങൾ സ്വാഭാവികമാണ്. എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കരാറിനെ ചൊല്ലി, പ്രതിഫലത്തെ ചൊല്ലി, തിരക്കഥയെ ചൊല്ലി, കഥയിലെ തൻ്റെ പ്രാധാന്യം ചൊല്ലി ആരെല്ലാം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. എല്ലാ താരങ്ങൾക്ക് അവരുടെ കൺസേൺ ഉണ്ടാവും. എനിക്കിത് ഫിറ്റായ റോളാണോ, എനിക്ക് മതിയായ പ്രതിഫലം കിട്ടുന്നുണ്ടോ, എനിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിന് പറ്റിയ കഥയാണോ എന്ന് പലതരം തർക്കം ഉണ്ടാവാം. അല്ലെങ്കിൽ പല ആശയക്കുഴപ്പങ്ങളും ചിന്തകളും ഉണ്ടാവാം. സിനിമ പാതിയാകുമ്പോൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായി അവസാനിപ്പിച്ച വൻകിട താരങ്ങൾ അവസാനിപ്പിച്ച സിനിമകൾ, നിർത്തിവെച്ച സിനിമകൾ, തർക്കമുണ്ടായ സിനിമകളെല്ലാം ഉണ്ട്. പക്ഷെ അതിനെ ചൊല്ലി ഒരു പരസ്യമായ ഒരു സ്ഥലത്ത് വന്ന് ഒരുതരം ഭീഷണി മുഴക്കുകയാണ്. ഒരു താരം ചില തെറ്റായ നടപടികൾ തുടങ്ങി വെച്ചിരിക്കുന്നു, നിർത്തിക്കോ ഇവിടെ എന്ന് പറയാണ്. അപ്പോൾ അതൊരു തരം ഭീഷണിയുടെ സ്വാധീനത്തുണ്ട്. കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ പുള്ളിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, ഞാൻ നിർമ്മിച്ച കുറേ പടങ്ങൾ വിജയിച്ചിരിക്കുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനെ ഉയർത്തി നിർത്താൻ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ എൻ്റെ പുകഴ്പാട്ടുകൾ പാടാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ കൂടിയാണ് നിയന്ത്രിക്കുന്നത്. ഞാൻ 1-2 സംഘടനയുടെ തലപ്പത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലാണിത്, ഞങ്ങൾ വരട്ടും. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ നിവിൻ പോളി ഇപ്പോൾ ഒരുപാട് വിജയങ്ങളില്ലാതെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായി ഡിമാൻഡ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ വരട്ടാം. വേറെ ഏതൊക്കെ താരങ്ങളെയാണെങ്കിലും വരട്ടാൻ പറ്റും. ഇങ്ങനെ തെറ്റിയതിൻ്റെ പേരിൽ പരമാവധി ആ താരങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിരിക്കും നിർമ്മാതാക്കളോ പ്രൊഡക്ഷൻ ഹൗസുകളോ ആലോചിക്കുക. അപ്പോൾ ഇദ്ദേഹത്തെയാണ് വരട്ടാമെന്നൊരു സമീപനം ഒരു ബിസിനസ്സിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് സിനിമ ഒരു സ്ഥലത്ത് സ്വീകരിക്കുന്നത് അത്ര നല്ല കാര്യമില്ല. ഇനി അദ്ദേഹം എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു സംഘടനകളുണ്ടല്ലോ, എഴുതി കൊടുക്കാം, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇനി ആൾക്കാർ നടപടി വേണം, അല്ലെ സിനിമ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇടപെടലുണ്ടെന്ന് പരാതി കൊടുക്കാം. അതിൻ്റെ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ഫോമൽ ആക്ഷൻസ് എടുക്കാം. അത് ചെയ്യാതെ ഭീഷണിപ്പെടുത്തുന്നത് ഒരുതരം ഭയപ്പെടുത്തലാണ്, ഡോമിനേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തേത്, ഈ നിവിൻ പോളിയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു യുവ നടനാണ്. ആർക്കും ഹെയ്റ്റേഴ്സ് ഇല്ല നിവിൻ പോളിക്ക്. വേറെ പല നടന്മാർക്കും എതിർപ്പുള്ള ആൾക്കാരുണ്ട്, നിവിൻ പോളിക്ക് ഹെയ്റ്റേഴ്സ് ഇല്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയോ അയൽപ്പക്കാരനെ പോലെ തോന്നുന്ന ഒരാൾ. ബോയ് നെക്സ്റ്റ് ഡോർ. അതാണ്, ബോയ് നെക്സ്റ്റ് ഡോർ ആണ്, തൊട്ടടുത്ത വീട്ടിലെ ആൾ പോലെ. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ തിരിച്ചു വരാൻ പറ്റാത്തെന്നുള്ള ചോദ്യം എല്ലാവർക്കും ചോദിക്കാനുണ്ടാവില്ല. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഈ സിനിമ ഇദ്ദേഹം നിർത്തിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് ഇത് ശരിയാകുമോ എന്ന ആശയക്കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ പലരോട് സംസാരിക്കും മനസ്സിലായ കാര്യം, ഇത് ശരിയാകുമോ എന്ന സംശയത്തിൻ്റെ പേരിൽ പുള്ളി കുറേ പടങ്ങൾ നിർത്തിപ്പോയിട്ടുണ്ട്. തുടങ്ങിയതിന് ശേഷം ആക്ഷൻ ഹീറോ ബിജു ഒക്കെ ഇങ്ങനെ പോസായി കിടക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. ഇതിന് മുമ്പും പല പടങ്ങൾ നമ്മൾ വെറുതെ പോയിട്ട് ഇദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഒരുപാട് പടം പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോസ്റ്ററൊക്കെ ഉണ്ട്. ഈ പടമൊക്കെ എവിടെ? ഇതൊന്നും തിയേറ്ററിൽ വരുന്നില്ല. ഇദ്ദേഹം പല പടവും കമ്മിറ്റ് ചെയ്യുന്നു. ഭയങ്കരമായ ആത്മവിശ്വാസക്കുറവ് ഈ മനുഷ്യനെ ബാധിച്ചിട്ടുണ്ടോ എന്ന സംശയം. ഈ ചെയ്യുന്ന പടം ശരിയാകുമോ, ഇത് ഇപ്പോഴത്തെ ട്രെൻഡിന് പറ്റുമോ, ഇത് ഹിറ്റാകുമോ, ഇനിയും ഒരു പരാജയത്തിൻ്റെ ആളെന്ന് കേൾക്കേണ്ടി വരുമോ എന്നുള്ള ആശയക്കുഴപ്പവും ആത്മവിശ്വാസക്കുറവും ബാധിച്ചിരിക്കുന്ന നിവിൻ പോളി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിരന്തരമായി ഇത്തരം സിനിമകൾ പാതിയിൽ അവസാനിപ്പിച്ചു പോകുക. പല സിനിമയും കോൺട്രാക്ട് ചെയ്യും, എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താണ് നിവിൻ പോളിക്ക് പറ്റിയതെന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു സിനിമാ പ്രേമി നിലയ്ക്ക് ചിന്തിക്കാൻ തോന്നുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു. നിവിൻ പോളി കുറച്ചുകൂടി ഉറച്ച തീരുമാനങ്ങൾ എടുക്കട്ടെ. സിനിമയിലെ കഥകൾ കേൾക്കുകയോ അല്ലെങ്കിൽ
അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ കഥകൾ കൺസൾട്ട് ചെയ്ത് തീരുമാനമെടുത്ത് ഒരു ബിസിനസ്സാണല്ലോ ഒരർത്ഥത്തിൽ ഇത്. അതിനകത്ത് ഇറങ്ങണം. പാതിയിൽ അറച്ചു നിന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അത് തന്നെയല്ല, സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രായം പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫിറ്റ്നസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, സിനിമയുടെ അന്തരീക്ഷവും അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ കഥാപരിസരവും അതിലെ കാഴ്ചപ്പാടും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കാനൊന്നും ഇല്ല. പുതിയ പുതിയ താരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നിവിൻ പോളി അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുകയും മികച്ച ചിത്രങ്ങൾ ചൂസ് ചെയ്യുകയും അതുവഴി വീണ്ടും ഹിറ്റുകൾ ഉണ്ടാക്കുകയും മലയാളത്തിൽ സജീവമായി നിൽക്കുകയൊക്കെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വലിയ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാതെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സുഹൃത്ത് വലയമുണ്ട്. ഇപ്പം മിനി സിനിമാസിനിൽ, അതുകൊണ്ടാണ് അദ്ദേഹം ഹിറ്റുകൾ ഉണ്ടാക്കിയത്. പക്ഷെ അദ്ദേഹത്തിന് ഇനിയും ഹിറ്റുകൾ ഉണ്ടാക്കാൻ യോഗ്യതയും അർഹതയുമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇത്തരം തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ, ആശയക്കുഴപ്പങ്ങളിൽ നിന്നും അറച്ചു നിൽക്കാതെ പടങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്നാണ് ഞാൻ പറയാം. യെസ്, അത്രയേ ഉള്ളൂ. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള തർക്കങ്ങളും വിവാദങ്ങളും ഭീഷണികളും ഒന്നും ആർക്കും ഗുണം ചെയ്യില്ല, ഒരു ഇൻഡസ്ട്രിക്കും ഗുണം ചെയ്യില്ല എന്നത് മാത്രം പറയുന്നു.